ഉണക്ക് ചുടലാണേ. അതായത് ഇന്ന് വൈകുന്നേരം ഒരു പൈൻകുറ്റി കഴിപ്പിക്കലുണ്ട് പ്രിയങ്കേൻ്റെ വീട്ടിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉണക്ക് ചുടുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പം പൈൻകുറ്റീൻ്റെ കർമ്മങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടേ. പൈൻകുറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തപ്പന് പൈൻകുറ്റി വെക്കുക. നമ്മളെ ഈ കണ്ണൂർ ഭാഗത്ത് നമ്മളെ കണ്ണൂരുകാരുടെ പ്രധാന ദൈവമാണല്ലോ മുത്തപ്പൻ. അപ്പം മുത്തപ്പന് വീട്ടിൽ പൈൻകുറ്റി വെക്കുന്ന കർമ്മമാണേ ഈ കാണുന്നത്. സന്ധ്യക്കാണേ പൈൻകുറ്റി വെക്കുക. അതായത് മുത്തപ്പന് കള്ള്, വേവിച്ച മീൻ, അതായത് ഉണക്ക മീൻ, പിന്നെ ധാന്യങ്ങൾ, തേങ്ങ എന്നിവയൊക്കെ വെച്ചിട്ട് മുത്തപ്പന് സമർപ്പിക്കുക. അതാണ് ഈ ചടങ്ങ്. കലിയുഗത്തിൽ ജനിച്ച മഹാവിഷ്ണുവിൻ്റെയും ശിവൻ്റെയും അവതാരമാണേ മുത്തപ്പൻ. നമ്മൾ കണ്ണൂരുകാരുടെ ഇഷ്ടദൈവമാണ് മുത്തപ്പൻ. എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ വേഗം വിളിക്കുന്നത് എൻ്റെ മുത്തപ്പ എന്നാണേ. മുത്തപ്പൻ, തിരുവപ്പൻ, ചെറിയ മുത്തപ്പൻ, വലിയ മുത്തപ്പൻ, വെള്ളാട്ടം, പുരളിമല മുത്തപ്പൻ, അങ്ങനെ പല പേരുകളിൽ മുത്തപ്പൻ അറിയപ്പെടുന്നുണ്ടേ. അങ്ങനെ മുത്തപ്പൻ്റെ ഇഷ്ടവിഭവങ്ങളായ കള്ള്, ഉണക്കമീൻ, വേവിച്ച ധാന്യങ്ങൾ എന്നിവയൊക്കെ ഇലയിൽ വെച്ച് വിളക്ക് കത്തിച്ച് പൂജയൊക്കെ ചെയ്ത് അരിയൊക്കെ ഇട്ടതിന് ശേഷം ആ ചടങ്ങിന് വന്നവർക്കൊക്കെ അത് വീതിച്ച് കൊടുക്കും. അതോടുകൂടിയിട്ട് ഈ ഒരു പയൻകുറ്റി വെക്കുന്ന ചടങ്ങ് സമാപിക്കും. ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പ്രിയങ്കേൻ്റെ ഏട്ടൻ്റെ ഇളയ മോളെ 3ാമത്തെ പിറന്നാളാണേ. അപ്പോൾ പൈൻകുറ്റിയൊക്കെ വെച്ചതിന് ശേഷം ആ ഒരു ബർത്ത്ഡേൻ്റെ ചെറിയൊരു ഫങ്ഷൻ കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബലൂണും കാര്യങ്ങളൊക്കെ ഊതി വീർപ്പിച്ചിട്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കേക്ക് മുറി ചടങ്ങും അതുപോലെ തന്നെ ഫുഡ് അടിയും. അതാണ് മെയിൻ ചടങ്ങ്. കേക്കൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. 2 തരത്തിലുള്ള അടിപൊളി കേക്കും പിന്നെ മുട്ടായിയും. ആദ്യം തന്നെ ഞാനൊരു മുട്ടായി അതിൽ നിന്ന് കൈവശപ്പെടുത്തീനെ. അത് കണ്ടിട്ട് പ്രിയങ്കേൻ്റെ ഏച്ചീൻ്റെ മോൻ ദേവു എന്നെ ബെറിയാന്നും വിളിച്ചിന്. Happy birthday to you. Happy birthday to you. Happy birthday dear Mami Kutti. Happy birthday to you. അതോന്ന് അറിയോ ഓന്റെ ബർത്ത്ഡേ ഇപ്പല്ല. അത് വാങ്ങി അതെന്താ എനിക്ക് വേണ്ട. വരൂല ചമ്മന്തി വിളുന്നത് ഒപ്പി എടുക്കൂ ചേട്ടാ. ചമ്മന്തി വിളുന്നത് ഒപ്പി എടുക്കൂ. ശരി, ഇത് സ്പൂണ് പറ്റി പിടിച്ചതുകൊണ്ടാ. ഇരുട്ടത്തിനെ കാണുന്നില്ല. അപമാനിച്ച് ഇരുട്ടത്തൊന്ന് എടുത്തു പറഞ്ഞോണ്ട് നന്നായി. ഇനിയിപ്പം ബിരിയാണി ആസ്വദിച്ച് കഴിക്കലാന്നേ പരിപാടി. ആദ്യം തന്നെ ഒരു പീസ് ചിക്കൻ പൊട്ടിച്ചിട്ട് റൈസിലോട്ടേക്ക് വെച്ചു. പിന്നെ കുറച്ച് സലാഡും അതിൻ്റെ കൂടെ ചമ്മന്തിയും പിന്നെ അച്ചാറും. ഇനി കുറച്ച് റൈസ് അതിൻ്റെ മുകളിലോട്ടേക്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ എപ്പോഴും കഴിക്കുന്ന പോലെ തന്നെ. മതിയില്ലേ ചേട്ടനാണോ?